ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു മാക്രോണി പാസ്ത ഉണ്ടാക്കിയാലോ? അപ്പം ആദ്യം ഞാൻ ഈ മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ വേവിച്ചെടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഇതെല്ലാം വേവിച്ച് നല്ല സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വേവിക്കാൻ വയ്ക്കുമ്പം കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കണം. അതപ്പോൾ അവിടെ നിന്ന് നല്ലപോലെ തിളക്കട്ടെ. നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെക്കണം. പച്ചക്കറിയെന്ന് ഞാൻ ഉദ്ദേശിച്ച ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒരു 2-3 സവാള, വെളുത്തുള്ളി, ചില്ലി ഫ്ലേക്സാണ് ഇതിൽ വേണ്ടത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചുമന്ന വറ്റൽ മുളക് എടുത്ത് ചെറുതായിട്ടിങ്ങനെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതെല്ലാം കൂടി ഇനി സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യം ഒരു പാൻ വെച്ചു. ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ചിലർക്ക് ബട്ടറിൻ്റെ ഫ്ലേവർ കൂടി നിൽക്കുമ്പം ഇഷ്ടമില്ല. അതുകൊണ്ട് കുറച്ച് ബട്ടർ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ചേർത്തതിന് ശേഷം പിന്നെ നമ്മളെല്ലാം വെജിറ്റബിൾസും ഇട്ട് കൊടുത്ത് അതെല്ലാം സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വേവിച്ചെടുക്കേണ്ട, ചെറുതായിട്ട് സോട്ട് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാം നമുക്ക് വേറെ മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ വേറെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ആ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറും കുറച്ച് സൺഫ്ലവറും കൂടി എല്ലാം ചേർത്തിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ മൈദ ഇടാൻ പോവാണ്. കുറച്ച് 2 സ്പൂൺ മൈദ ഇട്ട് നല്ലപോലെ ആ മൈദയുടെ പച്ചപ്പതങ്ങ് മാറിയിട്ട് ഒരു പച്ച ചുവയൊക്കെ മാറിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പാല് നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം. പാല് നോർമൽ പാലാണ്, തണുത്ത പാലും അല്ല തിളച്ച പാലും അല്ല, ഒരു നോർമലായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലുള്ളൊരു പാല്, പശുവും പാല് എടുത്ത് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്യാസ് വളരെ സിമ്മിൽ വേണം വയ്ക്കാൻ. ഇതുപോലെ നമ്മൾ ഒരു കട്ടയില്ലാതെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആദ്യം സോട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് എല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആണ് നമ്മളിനി മാക്രോണി പാസ്ത അതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത്. ഇപ്പം ഇത് കുറച്ച് കട്ടിയായി പോയാൽ നമുക്ക് കുറച്ച് ചൂട് വെള്ളം ചേർക്കാമെന്നാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിൽ കിട്ടും. അധികം കട്ടിയാക്കാതെ പിന്നെ അധികം ലൂസാക്കാത്ത രീതിയിൽ ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യത്തിന് കുഴപ്പമില്ല, നല്ല ടേസ്റ്റുണ്ട്. മിക്കവാറുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഈ റെസിപ്പി. ഇത് കുറച്ച് ഇച്ചിരി കട്ടിയായി പോയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ചൂട് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒത്തിരി കട്ടിയായ കഴിക്കാനൊരു ഇതുണ്ടാവും. അപ്പോൾ പിന്നെ കുറച്ച് ചെറുതായിട്ടൊരു ലൂസ് പരുവാണ് നല്ലത്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വൈറ്റ് സോസ് മാക്രോണി പാസ്ത കേട്ടോ. അപ്പം എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.